എന്റെ അമ്മേ. ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി. എന്റെ മാത്രം കുറ്റമല്ല, ഒരു പെണ്ണാണെന്ന് ആർച്ചെ ഓർക്കണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ. എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കേട്ടത്? ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും, ഈ പരമന്റെ കയ്യിൽ പെടും. ശരിക്കും സോപ്പ് പറിക്കണ. ഇതീ കൂടുതൽ എന്ത് പറയാൻ? നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ, കാശ് വാങ്ങാൻ വക്കീലും തല്ലു വെള്ളം കുറച്ച്. ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ആ മണ്ണാടി അമ്മാർ കുളം കുത്തി അവിടെ കോലം നാട്ടി. ഒന്ന് തെളിയിച്ച് പറയണം. മന്നാടിയമ്മയുടെ അച്ഛൻ വാടകയ്ക്കെന്ന കെട്ടിടത്തിലല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്? അതെ, വാടക കുടിശ്ശികയ്ക്ക് വേണ്ടി മന്നാടിയമ്മാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു. എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ. എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിലാക്കിയല്ലോ മാമാ. നടക്കണ സ്റ്റേഷനിലേക്ക്. കെട്ടി വലിച്ചുകൊണ്ട് പോടാ സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ. അതേടാ, അച്ഛന്റെ നെഞ്ചത്ത് തന്നെയാടാ ഞാൻ ചവിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നെന്ന് താൻ മറന്നുപോയോ? താൻ എന്റെ ആനയെ കസ്റ്റഡിയിലെടുത്തു അല്ലേ? വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ. പറഞ്ഞു കൊടുക്ക് വക്കീലേ. IPC. ഈശ്വരൻ വിയർക്കണ്ട മിസ്റ്റർ ഇൻസ്പെക്ടർ. ഓർഡർ 38 റൂൾ 5 പ്രകാരം കോർട്ട് ഓർഡർ 9-2-11 വർഷം ഞാൻ തറവാട്ടിലായിരിക്കും കോർട്ട് ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില്ല, ജയിലിൽ. നീയല്ല, സേതുരാമൻ BSc LLB, മന്നാടിപുരത്ത് മന്നാടിയമ്മാരുടെ കുടുംബ വക്കീൽ. ആമീൻ സർ. ജപ്തി. ഇഞ്ചി നിന്ന് കൊരങ്ങനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? മന്നാടിപുരം മന്നാടിയമ്മാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട്. ആരാടോ തനിക്ക് ഈ ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു. എന്തിനു പറ്റും തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്കേ, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ. പിന്നെയാണ് ഇന്നലെ വന്ന ഈ സേതുരാമൻ. അവനെ ഞാൻ മന്നാടിയമ്മാരും പിന്നെ 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 ആർച്ചയുടെ ആളും. ആർച്ചയുടെ ആള് സേതുരാമൻ. ഓടിക്കേറി വന്നവന് ഓണസത്തെ വളർന്നോടി പുല്ലേ. മണ്ണുഞ്ഞാരി എന്നോ പെണ്ണിനെ കൊണ്ടുപോയി. താനൊന്നും അറിഞ്ഞില്ലടാ കാല. അയ്യോ അയ്യോ, ഞാനിപ്പോ പോവും വീരേന്ദ്ര. ഞാൻ പോയാ വടക്ക് വശത്തെ മൂവാണ്ടമ്മാവ് വെട്ടി എന്നെ ദഹിപ്പിക്കണവ്. എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പോയാ പിന്നെ ഇവൾക്ക് ഞാനുണ്ടല്ലോ. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. ഈശ്വരൻ വക്കീൽ, ഞാനിവിടെ ഉണ്ടേ. മൂവാണ്ടമ്മ വെട്ടട്ടെ. സേതു, ഇവനെ കേസ് കെട്ടുപുറയുടെ 7 അയൽവക്കത്ത് തടിപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിന് ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു. ഈ വക്കീൽ പറയുകയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന മാറി. ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്ക്. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന്. വല്യേട്ടൻ തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ. വരൂ. കോരിച്ചൊരിയുന്ന മഴ പെയ്യട്ടോ. കൊടുങ്കാറ്റ്. എന്നിട്ട് വാതിൽ തള്ളി തുറന്നു. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. അയ്യോ, കിഴി നിർത്താനല്ലോ പറഞ്ഞത്, പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല് താനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിച്ചാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS.
മന്നാടിയാന്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ തീരാടാ. അതെ, കുറുന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇത് വിവരമുള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. എണ്ണക്കിണ്ണം എണ്ണത്തിൽ കൂട്ടാറില്ലെന്ന് അറിഞ്ഞുകൂടെ? വക്കീലേ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ ഒരു MBBS ഡോക്ടർ ഉണ്ടോ? വലിയ വലിയ വീടുകളിലൊക്കെ 3-4 ഡോക്ടർമാരാണുള്ളത്. ഒന്നും വേണ്ട, ഒന്ന് തൊട്ടു നോക്കാൻ. മരുന്നിനെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടോ? മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കിലും ചെയ്തവരെ. ഇന്നലെ ഗജേന്ദ്ര മന്നാടിയാർക്ക് വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. നരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ദാ ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നുണ്ടോ? മന്നാടിയാമാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഉണ്ട്. ഗജേന്ദ്ര മന്നാടിയാർ അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ എന്തേ പഴഞ്ചൊല്ല്? വാടോ. ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ വന്നട്ടെ. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ, എന്താ വക്കീലേ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലേ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്, വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല, വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും, പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല. എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലൻ വരുമെന്നോ? കാലം വരുമെന്നല്ല, പിന്നെ? കാലതാമസം. അയ്യോ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ? ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ, വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളൊക്കെ അറിയിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? മന്നാടി മുറ്റത്തൊരു പെൺകാൽ കൂടി ചവിട്ടി. നീ കരുതിയിരുന്നോടി, ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ ഭദ്രകാളി. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ അല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന് ഒരു ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടി വെക്കൂടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ.